പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് മീ ലോഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇതിന് പറയുന്നത് മത്തങ്ങ കറി എന്ന. മത്തങ്ങ എരിശ്ശേരി എന്ന് പറയാൻ പറ്റില്ല, കാരണം എരിശ്ശേരി വെക്കുമ്പോൾ അതിൽ പയറും ഇടാറുണ്ട്. വെള്ളപ്പയറോ പൊതുവെ കൂടുതലും ചുമന്ന പയർ എല്ലാവരും ചേർക്കുന്നേ. അപ്പൊ പയറിട്ടും മത്തങ്ങാക്കറി വെക്കാറുണ്ട്. ഞാനിപ്പോൾ പയറൊന്നും ഇടാതെ പ്ലെയിൻ ആയിട്ടാണ് വെക്കുന്നത്. എനിക്ക് ഒരുപക്ഷെ ഈ പയറിട്ട് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണേ. കാരണം അധികം ആരും ഇങ്ങനെ വെക്കാറില്ല. ജോസാനും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം പയറിട്ട് വെക്കുന്നതാ. ഇവിടെ 1 കിലോ മത്തങ്ങ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, നമുക്ക് പിന്നെ അരയ്ക്കാനും വേണം പച്ചമുളക്, അതുകൊണ്ട് 2 എണ്ണം മതി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇത് വേവാൻ ആവശ്യമായ വെള്ളം. ഞാനിപ്പോ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിന്റെ വിസിൽ ഞാൻ കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം അത് കുക്കറിലും ഡിപ്പെൻഡ്. എന്റെ കുക്കറിന് ഇതിന് ഒറ്റ വിസിൽ മതി. അപ്പൊ നിങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നെങ്കിൽ അതിന്റെ കറക്റ്റ് വേവ് പരുവമാക്കി എടുക്കണം. കാരണം ഇത് നമുക്ക് നന്നായിട്ട് ഉടയ്ക്കാനുള്ളതാ. അപ്പൊ ഉടയുന്നത് പോലെ വേവണം. കുക്കറിൽ വേവിക്കുന്നത് കൊണ്ടാണ് ഞാൻ വെള്ളം ഇപ്പൊ 3/4 ഗ്ലാസ്സേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾ കുക്കറിലല്ല ഇതുപോലെ ഡയറക്റ്റ് ഇതേ പാത്രത്തിൽ തന്നെയാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ചേർക്കാം. അടിക്ക് പിടിക്കാതിരുന്നാൽ മാത്രം മതി. എന്ന് പറഞ്ഞ് വെള്ളം ഒത്തിരി ആയി പോകരുത്. വെള്ളം ഒത്തിരി ആയാൽ നമ്മുടെ കറി കൊഴുപ്പ് കിട്ടത്തില്ല, വെറും വെള്ളമായി പോകും. അങ്ങനെ വേണ്ട, അത്യാവശ്യം നല്ല കൊഴുപ്പ് വേണം. അപ്പൊ വെള്ളം ഒത്തിരി ആവരുത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് അരമുറി തേങ്ങ, നല്ല പീരയുള്ള തേങ്ങയായിരുന്നു. എന്റെ കൈക്ക് 3.5 പിടി തേങ്ങയുണ്ട്. അതായത് ഇങ്ങനെ 3.5 പിടി. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കൊച്ചു സവാളയുടെ പകുതി. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം. 4-5 കൊച്ചുള്ളി എടുക്കാം. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, പെരുംജീരകം അല്ല. പിന്നെ എടുത്തിട്ടുള്ളത് 2 പച്ചമുളക്, 2 എണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നല്ല എരിയുള്ളതാ. അപ്പൊ എരി അനുസരിച്ച് പച്ചമുളക് ചേർക്കാവൂ. ഓൾറെഡി നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. അപ്പൊ ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ല അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട. നമ്മള് പരിപ്പ് കറിക്കൊക്കെ അരയ്ക്കുന്ന ഒരു പരുവമില്ലേ, അതുപോലെ അരഞ്ഞാൽ മതി. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവണ്ട. മത്തങ്ങ നന്നായിട്ട് വെന്തു. ഞാൻ കുക്കറിൽ നിന്ന് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി. വീഡിയോ എടുക്കുമ്പോൾ കുക്കറിനകത്ത് നന്നായി കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയത്. നിങ്ങൾ മാറ്റണമെന്നൊന്നുമില്ല. ഇപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അരപ്പ് ചേർക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിക്ക് വെള്ളം കൂടത്തില്ല, ഈ വെള്ളം തന്നെ യൂസ് ചെയ്യുമ്പോൾ. ഇതങ്ങ് ഒത്തിരി അങ്ങ് ഞാൻ ഉടക്കുന്നില്ല, കുറച്ച് കഷ്ണമായിട്ടും കുറച്ചല്ലാതെയും ആ പരുവത്തിന്. ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ മത്തങ്ങ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതാണ് അരപ്പരച്ചതിന്റെ പരുവം. ചാറ് കഴുകാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മത്തങ്ങ വേവിച്ചതിന്റെ വെള്ളം മാറ്റി വെച്ചിരുന്നു. അതാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മത്തങ്ങ വേവിച്ച വെള്ളം വേസ്റ്റ് ആവത്തുമില്ല, നമ്മുടെ കറിക്ക് വെള്ളം കൂടത്തുമില്ല. അതിനുശേഷം ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയും കൊഴുപ്പ് കറിക്കുണ്ടോ അത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി നമുക്കിതൊന്നും തിളപ്പിക്കണം. ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പരുവല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണേ. പച്ചമുളകിന്റെ എരി അനുസരിച്ച് ചേർക്കാവൂ. ഇതിപ്പോ നല്ല എരിയുണ്ട്. അപ്പൊ നല്ല എരിയാണെന്നുണ്ടെങ്കിൽ അരയ്ക്കാൻ 1 പച്ചമുളക് മതിയേ. കറി നന്നായിട്ട് തിളച്ചു, ഇത് മതി. ഇനി നമുക്ക് കടുത്താളിക്കണം. ഞാൻ ഈ ഇത്രയും കൊഴുപ്പ് വെച്ചേക്കുന്നത്. ഒത്തിരി അങ്ങ് വെള്ളമായി പോയാൽ കൊള്ളില്ല നമ്മുടെ കറി. ഞാനിപ്പോ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് എണ്ണ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക്, ഉള്ളി, കടുക് താളിക്കാൻ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. ലേശം കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വറ്റൽമുളക് ഇടണേ. ഈ വറ്റൽമുളക് തീർന്നാൽ മേടിക്കാൻ ഞാൻ എപ്പോഴും മറന്നു പോകും. അത് വഴണ്ട് വരുന്നുണ്ട്. ആ സമയത്ത് അതിലേക്ക് കുറച്ച് തേങ്ങ, ഇതിപ്പോ 2 ടേബിൾ സ്പൂൺ കാണും. തേങ്ങ അല്പം കൂടിയാലും കുഴപ്പമില്ല, അത് മൂപ്പിച്ചിടാൻ. ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കടുക് താളിച്ച ശേഷം
തേങ്ങ സെപ്പറേറ്റ് വേണേലും വറുത്തിടാം. ആ തേങ്ങ നന്നായിട്ട് ചുമക്കണേ. ഇപ്പൊ തേങ്ങ നന്നായിട്ട് മൂത്തു, നന്നായിട്ട് ചുമന്നു വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു ലേശം മുളക് പൊടി, അതായത് നമ്മുടെ കറിക്ക് മുകളിൽ എണ്ണ തെളിഞ്ഞു കിടക്കാൻ വേണ്ടി മാത്രം. നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലേശം നെയ്യ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ സെപ്പറേറ്റ് നെയ്യിൽ വറുത്തിടാം, അങ്ങനെ വേണേലും ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമ്മുടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളിൽ ആരൊക്കെ എങ്ങനെ ഈ കറി വെക്കുന്നുവെന്ന് എനിക്ക് കമന്റ് ഇട്ട് പറയണം. ഉടൻ തന്നെ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.